ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളൊരു ഡേ ഔട്ട് വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഗായ്സ്, ഇങ്ങനെ നമ്മളെ കൂട്ടാൻ ആൾ വന്നല്ലോ. ഹായ്, അടുത്തതായി നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന ഹായ് പറഞ്ഞു. ആസ് ഓഫ് ജൂലൈ 2025 ഒണ്ടാരിയോ ഗവൺമെൻറ് കുറച്ച് പുതിയ ഡ്രൈവിംഗ് ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് ഒരു സ്മാർട്ട് ഡിവൈസസും നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റത്തില്ല, ഒരു ഐ വാച്ച് പോലും കെട്ടാൻ പറ്റത്തില്ല. അതാണ് സോനി അവിടെ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആക്ച്വലി 2 കാറിലാണ് പോയത്. ഈ സെൽഫി അയച്ചതിന് കൗണ്ടറായിട്ട് വന്ന സെൽഫി ആയിരുന്നു ഇത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മളുടെ റെസ്റ്റോറന്റ്. മീല 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 ഹായ്. സോ ദിസ് ടൈം നമ്മൾ ചൂസ് ചെയ്തത് ബ്രാംപ്ടണിലുള്ള വാക്ക് ഓഫ് ഫെയിം എന്ന് പറഞ്ഞ ലൈവ് ബൊഫേ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇറ്റ് വാസ് അവർ ഫസ്റ്റ് ടൈം ട്രൈങ് ഔട്ട് ദിസ് റെസ്റ്റോറൻറ്റ്. ഓ താങ്ക് യു ഗൈസ്. ഓ വാവ്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഉള്ളിൽ. സോ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് സോ ഗുഡ്. നമ്മൾ ഒട്ടും വൈകിച്ചില്ല, ഞങ്ങൾ അപ്പം തന്നെ ഫുഡ് ട്രൈ ചെയ്യാൻ പോയി. ഇറ്റ്സ് ഓൾ യു ക്യാൻ ഈറ്റ്. അവിടുത്തെ മെയിൻ ഒരു ഐറ്റമാണ് സൂഷി. ഒരു സെപ്പറേറ്റ് കൗണ്ടർ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഐ എം നോട്ട് എ സൂഷി ലവർ, സോ ഐ ഡിഡ്ന്റ് ട്രൈ ഇറ്റ് അറ്റ് ഓൾ. പിന്നെ ഉണ്ടായിരുന്നത് മെയിൻ ഡിഷസ് ആണ്. നമ്മൾക്ക് ഓൾ കൈൻഡ് ഓഫ് മീറ്റ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സ്റ്റേക്കും ഗ്രിൽ ഫിഷും ഗ്രിൽ ഷ്രിമ്പും ഏത് മീറ്റ് വേണമെങ്കിലും നമ്മൾ എടുത്തു കൊടുത്താൽ അവർ ഗ്രില്ല് ചെയ്ത് തരുമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി പോയത് ഒരു ലഞ്ച് ടൈമിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കഴിച്ചു. Say hi. Say hi. Hi. Thank you. That's funny. എല്ലാവരും അത്യാവശ്യം നല്ല പോളിംഗ് ആയിരുന്നു. രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല ഫുഡ് ഇൻടേക്ക് ഉണ്ടായിരുന്നു. പാവം അനൂപേട്ടൻ ക്യാമറ നോക്കിയിരിക്കുമായിരുന്നു. ഫോട്ടോ ആണെന്ന് വിചാരിച്ചു, പിന്നെയാണ് മനസ്സിലായത് വീഡിയോ ആണെന്ന്. വയറ് നിറഞ്ഞ് പൊട്ടിയാലും കുഴപ്പമില്ല, കൊടുത്ത കാശ് മുതലാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് ആയിരുന്നു. പിന്നെ അവിടെ കുറേ റോ ഐറ്റംസ് ഉണ്ടായിരുന്നു, വെജീസും മീറ്റ്സും. നമുക്ക് നമ്മുടെ ഓൺ പ്ലേറ്റ് മേക്ക് ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ പുള്ളി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് തരുന്നതാണ് ഇത്. ഓ, ഹെൽത്തി ഫുഡാണോ? ഇതൊക്കെ ബേസിക്കലി സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു, പക്ഷെ നമ്മൾ ആ സൈഡൊക്കെ സ്കിപ്പ് ചെയ്തായിരുന്നു മെയിൻ ഡിഷിലേക്ക് പോയത്. എന്താ മമ്മ വേണ്ടേ? ഞങ്ങൾ ചെന്നത് ഒരു ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ ഡിസേർട്ട്സിലോട്ട് എത്തി. വയറ് എത്ര ഫുള്ളായിരുന്നെന്ന് പറഞ്ഞാലും ഡിസേർട്ട്സിനുള്ള സ്ഥലം നമ്മുടെ വയറ്റിൽ എപ്പോഴും കാണുമെന്നും പറയുന്ന പോലെ ഞങ്ങൾ കുറച്ച് ഡിസേർട്ട്സൊക്കെ എടുത്തു. ബട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കമ്പാരിസൺ വരുന്നത് മാൻഡ്രിനായിട്ടാണ്. മാൻഡ്രിനിൽ കുറച്ചും കൂടി ഫുഡ് ഐറ്റംസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ബട്ട് എനിവേസ് ഉള്ള ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ ആംബിയൻസും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഐസ്ക്രീം സെക്ഷനിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് മില. എന്താ ഇവിടെ ഒരു കള്ളത്തരം? എന്താ ചെല്ല 2 പാത്രമൊക്കെ? അത്യാവശ്യം എല്ലാ ഡിസേർട്ട്സും ഐസ്ക്രീമും ഒക്കെ എടുത്താലും ഈ മെഷീനിൽ നിന്ന് ഇത് ഐസ്ക്രീം വരുന്നത് കാണാനൊരു രസമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. വി വെർ പ്രെറ്റി ഷ്യൂർ നമ്മളിതെന്തായാലും കഴിക്കാനൊന്നും പോകുന്നില്ല.
എന്താ ജിഷ്ണു ഇത് കുറച്ചേ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ ഒരു ഗ്ലാസും പൊട്ടിച്ച് നമ്മളിങ്ങനെ പോരുന്നു. വളരെ ബുദ്ധിമാനായ ജിഷ്ണു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോണിന് സപ്പോർട്ടായിട്ട് വെച്ചത് ഒരു കാലി ഗ്ലാസ് ആയിരുന്നു. അത് നേരെ സ്ലൈഡ് ചെയ്ത് താഴെ വീണു പൊട്ടി. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഉള്ളത് ഓഫ് കോഴ്സ് നമ്മുടെ ഫോട്ടോഷൂട്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചധികം. അച്ചടാ ക്യൂട്ടി. പാവം ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ രോദനം. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണിത്. അവിടെ കുറേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മിലയും കൂടി സംസാരിച്ച് ഈ ഫിഷിനെ അവസാനം ഫ്രൈ ചെയ്യുന്ന സ്റ്റേജ് വരെ എത്തി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തെവിടെയും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എ. പക്ഷേ ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായത് കൊണ്ടിട്ടും പുറത്ത് നല്ല അടിപൊളി വെയിലായത് കൊണ്ടിട്ടും പ്ലാൻ എ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ നേരെ വിട്ടത് മിസ്സസാഗയിലേക്കായിരുന്നു. മിസ്സസാഗ സ്ക്വയർ 1 മാളിൽ പോയി കുറച്ച് നേരം അവിടെ ചുറ്റി തിരിയാമെന്ന് വിചാരിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആർക്കും വലിയ ഷോപ്പിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോ ഷോപ്പായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു അവിടെ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അധികം നേരം ഒന്നും നിന്നില്ല. ബിക്കോസ് സ്റ്റെല്ലയ്ക്ക് ഒരു ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എവറി 2 minutes നമ്മളെല്ലാവരെയും ഇങ്ങനെ റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ് ഉണ്ട്, എനിക്ക് പോകണം. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫ്രഷ്ലി സ്ക്വീസ്ഡ് മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ അവിടുന്ന് ടാറ്റ ബാബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങി. Thanks for watching our video. Bye bye until next time.